ലോകത്തെ പുനർനിർവചിക്കുന്ന തലമുറയായി ജെൻസി ഇന്ന് ലോകമെങ്ങും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ജനകീയ മുന്നേറ്റങ്ങൾ നടത്തിയും ഭരണകൂടങ്ങളെ അട്ടിമറിച്ചും ജെൻസി കലാപങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ലോകത്തിന്റെ മറുവശത്ത് അവരിലൂടെ സംജാതമായിരിക്കുന്ന ആത്മീയ വിപ്ലവത്തിന്റെ അലയൊലികൾ ക്രൈസ്തവ ലോകത്ത് പ്രത്യാശയുടെ പുതിയ വാതായനങ്ങൾ തുറന്നിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ജെൻസി, അതായത് 1997 മുതൽ 2012 വരെ കാലത്ത് ജനിച്ചവർ, ലോകത്തിന്റെ ഇരുവശങ്ങളിലും രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള വിപ്ലവങ്ങൾക്കാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പബ്ബുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിച്ച് ആരാധനാലയങ്ങളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലും രാത്രി ജാഗരണത്തിലും ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്ന ജെൻസി കാഴ്ചകൾ വലിയ ആത്മീയ വിപ്ലവത്തിന്റെ അത്ഭുത കാഴ്ചകളായി മാറുകയാണ്. അവസാന നാളുകളിലെ വിളവെടുപ്പിന്റെ അടയാളമെന്നോണം അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ നാടുകളിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന ആത്മീയ തളർച്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് യുവതലമുറ യഥാർത്ഥ ആനന്ദത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് മടങ്ങുന്ന സൈലന്റ് റിവൈവലിനെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മുതിർന്നവരെക്കാൾ ആത്മീയ കാര്യങ്ങളിൽ യുവജനങ്ങൾ സജീവമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദശകങ്ങളായി ആരാധനാലയങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന യുവതലമുറ ആത്മീയതയിലേക്ക് തിരിച്ചു വരുന്നത് പാശ്ചാത്യ ലോകത്തെ അമ്പരിപ്പിക്കുകയാണ്. അമേരിക്കയിലെ പ്രശസ്ത ഗവേഷണ സ്ഥാപനമായ ബർണ ഗ്രൂപ്പ് പുറത്തുവിട്ട സ്റ്റേറ്റ് ഓഫ് ദ ചർച്ച് 2025 റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ ദേവാലയങ്ങളിൽ എത്തുന്ന യുവതിയുവാക്കളുടെ എണ്ണം മുതിർന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ക്യാമ്പസ് റിവൈവലുകളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. മുതിർന്നവർ മാസത്തിൽ ശരാശരി 1.4 തവണ പള്ളിയിൽ പോകുമ്പോൾ ജെൻസികളിൽ ഇത് 1.9 തവണയാണ്. ബൈബിൾ സൊസൈറ്റി ബ്രിട്ടനിൽ നടത്തിയ പഠനത്തിൽ കണ്ടത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും 18-നും 24-നും ഇടയിൽ പ്രായമുള്ളവരിൽ വെറും 4% 2018 പള്ളികളിൽ പോയിരുന്നത്. എന്നാൽ 2024 പഠന റിപ്പോർട്ട് പ്രകാരം അത് 16% വർദ്ധിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നോർത്തേൺ അയർലൻഡിൽ അയോണ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ പറയുന്നത് 18-നും 24-നും വയസ്സിനിടയിലുള്ളവരിൽ ആത്മീയതയോടുള്ള താല്പര്യം 30% ഉയർന്നിട്ടുണ്ട് എന്നാണ്. ഫിൻലൻഡ്, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂത്ത് പോർട്ടൽ ന്യൂസ് നൽകുന്ന വിവരങ്ങളിൽ പറയുന്നത് ഫ്രാൻസിലെ കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി എന്നാണ്. കോവിഡ് മഹാമാരിയുടെ നാളുകളിൽ തിരിച്ചറിഞ്ഞ മനുഷ്യജീവന്റെ നശ്വരതയെപ്പറ്റിയുള്ള വിചിന്തനങ്ങളും ലൗകിക സന്തോഷങ്ങളുടെ താൽക്കാലികതയെപ്പറ്റിയുള്ള അവബോധവും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനും ക്രിസ്തുവിൽ മാത്രം കൈവരുന്ന സത്യത്തിന്റെ പൂർണ്ണത സ്വന്തമാക്കാനുമുള്ള കാരണങ്ങളിൽ ചിലതായി വിലയിരുത്തപ്പെടുന്നു. സഭയുടെ മരണം പ്രവചിച്ചവർക്ക് തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ സഭകൾ കൂടുതൽ ചെറുപ്പമാവുകയും വൈവിധ്യമാർന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ സഭയിലേക്ക് വരികയും ചെയ്യുന്നുവെന്ന് ബൈബിൾ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഫസർ പോൾ വില്യംസ് പറഞ്ഞു. കിഴക്ക് ജെൻസി രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയുടെ മാറ്റത്തിനായി സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ പടിഞ്ഞാറ് അവർ ആത്മാവിന്റെ ദാഹം തൃപ്തിപ്പെടുത്താനുള്ള അന്വേഷണത്തിലാണ്. ഒരിടം വിപ്ലവ മുദ്രാവാക്യങ്ങളാൽ മുഖരിതമാകുമ്പോൾ മറ്റൊരിടത്ത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരുന്നു. ലോകം ഒരു വലിയ മാറ്റത്തിന്റെ വഴിത്താരയിലാണ് നിൽക്കുന്നത്. ശബ്ദമുള്ള വിപ്ലവങ്ങൾക്കപ്പുറം മനുഷ്യഹൃദയത്തിനുള്ളിലെ ശൂന്യതയെ തിരിച്ചറിയുന്ന ഒരു തലമുറയാണ് ജെൻസി. ഒരിടത്ത് അനീതിക്കെതിരെ അവർ ശബ്ദമുയർത്തുമ്പോൾ മറ്റൊരിടത്ത് അർത്ഥത്തിനായി അവർ സത്യം തേടിയുള്ള മൗനത്തിലേക്ക് വഴുതുന്നു. ഡിജിറ്റൽ ശബ്ദ കൂമ്പാരങ്ങൾക്കിടയിൽ നിശബ്ദതയിൽ ദൈവത്തെ തേടുന്ന നമ്മുടെ യുവതലമുറ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സാങ്കേതിക വിദ്യ മനുഷ്യനെ മുന്നോട്ട് നയിക്കാം, പക്ഷേ ആത്മീയത മാത്രമേ മനുഷ്യനെ പൂർണ്ണനാക്കൂ. ചരിത്രത്തിൽ വാഴുന്ന കർത്താവിന്റെ ഇടപെടലായി മാത്രമേ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജെൻസിയുടെ സൈലന്റ് റിവൈവൽ വിലയിരുത്താനാകൂ.